ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ എൻ്റെ മുത്ത് മോമിനീങ്ങളെ മുന്നിലേക്ക് വന്നത് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മളെ മക്കളാൽ നമ്മൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഓരോ മക്കളെപ്പറ്റി ഓരോ ഉമ്മമാർക്കും വല്ലാത്ത പ്രയാസവും പ്രതിസന്ധിയും സങ്കടവും ഇതെല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ആ വീട്ടിലുള്ള ഓരോ ജോലികൾ ചെയ്തിട്ട് നമ്മളെ സമയം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിഷമമാണ്. നമ്മളെ മോൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഓ നേരത്തെ വരുന്നില്ല, അതേപോലെ എന്ത് ചോദിച്ചാലും ചാടിക്കളിക്കും മക്കൾ. ഇന്ന് മക്കളോട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഒരുപാട്, അതേപോലെ ഫോണിന് അഡിക്റ്റായ മക്കൾ, ഏത് രീതിയിലുള്ള മക്കളായിക്കോട്ടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഞാൻ ഷുവറായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം ഒരു ദിക്റിനെ. ആ ദിക്റ് നിങ്ങൾ പ്രാവർത്തികമാക്കി ചെല്ലുകയാണെങ്കിൽ നിങ്ങളിലേക്ക് റിസൾട്ട് ഉറപ്പായിട്ടും വരും. ആ ഒരു ദിക്റ് ഒരുപാട് ആളുകൾ പരീക്ഷിച്ചത് കൊണ്ട് ആണ് ഞാൻ ഈ വോയിസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊന്ന് ആവർത്തികമാക്കി തുടങ്ങിയാൽ നിങ്ങൾക്കും കിട്ടും റിസൾട്ട്, ഉറപ്പാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകളിൽ ഞാൻ മാറ്റിയെടുത്തതാണ്. അതുകൊണ്ട് ഏത് പ്രയാസപ്പെടുന്ന ഉമ്മയായിക്കോട്ടെ ഈ ദിക്റിനെ തിങ്കളാഴ്ച രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നമസ്കരിച്ച് ആ പായയിലിരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന ദിക്റ് ചൊല്ലിയതോട് കൂടി 2 കൈയും മേൽപോട്ട് 1001 പ്രാവശ്യം ചെല്ലുക. സമയം കിട്ടിയിട്ടില്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഏത് സമയത്താണോ നിങ്ങൾക്ക് പറ്റിയത് ആ സമയത്ത് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം 2 കൈയും മേൽപോട്ട് ഉയർത്തി അള്ളാഹുവിനോട് അങ്ങോട്ട് ദുആ ചെയ്യുക. അള്ളാഹുവേ, എന്നിലുള്ള പ്രയാസം റബ്ബേ നീ അറിയുന്നവനാണ്, നീ കാണുന്നവനാണ്. കരുണയും കരുണാനിധിയുമായ അള്ളാഹുവേ, ഈ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള എല്ലാ പ്രയാസവും റബ്ബേ ഞാൻ നിന്നിൽ ഇറക്കി വെക്കുന്നു എന്നങ്ങോട്ട് പറയാം. എന്നിട്ട് കേൾക്കാത്ത ഒരു വാക്കും നമ്മളെ റബ്ബില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് മാറ്റം വെക്കണം. നമ്മൾ ആ പഴയ സ്റ്റേജിൽ നിന്നൊക്കെ പോയി നല്ല മക്കളെ കിട്ടും വേണം. നമ്മൾക്ക് അള്ള പറഞ്ഞ രീതിയിൽ നടക്കാനും ആവില്ല, അങ്ങനെയുണ്ട്. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനീങ്ങളെ, നിങ്ങൾ രാവിലെ 4 മണിക്ക് എണീക്കാൻ ശ്രമിക്കുക. നമസ്കാരം, ളുഹ, തഹജ്ജുദ് എല്ലാ സുന്നത്തും ഫർളും നമസ്കരിക്കുക. അതോടുകൂടി ദിക്റുകളെ അധികരിപ്പിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ മക്കൾ ഏത് സ്റ്റേജിലാണെങ്കിലും ഒരു നെഗറ്റീവ് മക്കളെ പറ്റി വേറൊരാളോട് നിങ്ങൾ പറയരുത്, ഒരാളോടും പറയരുത്. നമ്മളെ കൂടെ കിടക്കുന്ന ബാപ്പാനോടും പറഞ്ഞത് തന്നെ ഓവറായി പറയരുത്. ഒരാളോടും പറഞ്ഞാൽ ഒരാളോടും അത് പറയരുത്. നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ മാത്രം തുറന്ന് വെക്കുക. ആ ഹൃദയം റബ്ബിൻ്റെ മുമ്പിൽ മാത്രം തുറന്നാൽ മതി. റബ്ബാണത് നമുക്ക് തന്ന മക്കൾ. നമ്മളെ സമ്പത്ത് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച റബ്ബാണ്. റബ്ബ് പരിഹാരം പറഞ്ഞു തരും. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനീങ്ങൾ ഒരാളോടും പറയരുത്. ആ വ്യക്തിയോട് പറഞ്ഞെന്ന് കരുതി ഒരു പരിഹാരം കാണാൻ നിങ്ങളെക്കൊണ്ട് കഴിയൂല. ചില ആളുകൾക്കുണ്ട്, ആങ്ങളാരോട് പറഞ്ഞ് അവരെ മറ്റവരോട് പറഞ്ഞ് അങ്ങനെ വലിയ ഒരു പ്രയാസത്തിലേക്ക് വീണ്ടും തള്ളിക്കൊണ്ടുവരും. ഈ മോന് എത്ര പ്രയാസപ്പെട്ട ഈ മോളാണെങ്കിൽ എത്ര പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരിലുണ്ട് ഒരു പോസിറ്റീവ്. നമ്മൾക്കത് കാണാൻ കഴിയൂല. അവർ പ്രയാസപ്പെടുത്തുന്നത് മാത്രം നമ്മൾ നിർബന്ധമായിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാം. അടുത്ത വീട്ടിലെ ആളോട് പറയും, അവരത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുകൊടുക്കും. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളമ്മ രാവിലെ ഫോൺ ചെയ്യും നമ്മൾക്ക്, അപ്പോൾ അങ്ങോട്ട് പറയൽ തുടങ്ങും. അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിനോട് പറയും, അല്ലെങ്കിൽ അഞ്ചത്തിനോട് പറയും. അപ്പോൾ ഇവരെ മനസ്സിൽ നിന്ന് അതാണ് തിരിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു സമാധാനം. അത് മാത്രമേ ഉള്ളൂ മക്കളെ, അവർക്ക് ഒരു പരിഹാരം കാണിച്ചു തരാൻ കഴിയൂല കേട്ടോ. അതിൽ നിങ്ങൾ ഷുവറായി നിൽക്കുക. ഒരൊറ്റ കുട്ടിയോട് ഈ ഒരു വോയിസ് കേട്ടതോട് കൂടി നിങ്ങൾ പറയരുത്, ഉള്ളിലൊതുക്കുക. എന്നിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ തഖ്വയുള്ളവളാകുക. തഖ്വയുള്ള ഓരോ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹ്ക്ക് കഴിയാത്ത ഒരു പണിയുമില്ല. നമ്മൾ തഖ്വയുള്ളവരായി കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹ് ഉണ്ടെന്ന് കരുതി നമ്മൾ നിരന്തരം ദുആ ചെയ്താൽ കേൾക്കാത്ത ഒരു വാക്കും അള്ളാഹുവിൽ നിന്നില്ല. കരുണയും കരുണാനിധിയുമായ അള്ളാഹുവാണ്. നമ്മൾ നമസ്കാരത്തിൽ
ഫാത്തിഹ ഓതുന്ന ആളുകളാണല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, അള്ളാഹുവേ പരിഹാരം തരുന്നവൻ നീയാണ്. ആ ഒരു നിയ്യത്തൊരു ദിവസം നമ്മൾ ഏതെല്ലാം ഓരോ വക്തിലും ചെല്ലുന്നതല്ലേ. കേൾക്കും മക്കളെ. ആ പറയുന്ന സമയം കേട്ടില്ലെങ്കിൽ വീണ്ടും നമ്മളിൽ നിന്ന് കേൾക്കും. അപ്പം നിങ്ങൾ ഒരാളോടും ഈ കാര്യം പറയരുത്. ഈ പറഞ്ഞ ദിക്ർ തിങ്കളാഴ്ച രാവിലെ കാലത്ത് ചെല്ലുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടും. ഞാനാണ് അൽഹംദുലില്ലാഹ് ഈ റിസൾട്ട് ഇവിടെ കൊണ്ടുവന്ന ആളുകളിൽ നിന്നും ഞാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നിന്ന് എടുത്തതാണ്. ഇനി ചൊവ്വാഴ്ച വേറുണ്ട്. ഇങ്ങനെ ഓരോ ദിവസത്തെ ലിങ്കും വിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളെ മക്കളെ നിങ്ങൾ വിചാരിച്ച പോലത്തെ മക്കളാക്കി കൊണ്ടുവരാൻ കഴിയും. നമ്മൾ വിചാരിച്ചാൽ മതി, അത് റബ്ബ് ഏറ്റെടുക്കും. പക്ഷേ വേറൊരാളോട് പറഞ്ഞിട്ട് നിങ്ങളെ മക്കളെ നെഗറ്റീവ് വേറൊരാൾക്ക് കുത്തി കൊടുക്കരുത്. ഒരാളോടും പറയരുത്. നമ്മളെ ഹൃദയത്തിൽ വെച്ചിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ തുറന്ന് പറയുക, അള്ളാഹു എല്ലാ പ്രയാസവും നീ ഏറ്റെടുക്കട്ടെ റബ്ബേ, നീ ഏറ്റെടുക്ക്. അള്ളാഹ് ഏറ്റെടുക്കാത്ത കാര്യമുണ്ടോ? അള്ളാഹ്ക്കതൊരു സെക്കൻഡ് മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൊത്തം മുഅ്മിനീങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഒരുപാട് തഖ്വയുള്ളവരാകണം. ആദ്യം ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ഒരുപാട് സുന്നത്ത് നോൻപുകളുണ്ട്. നമ്മളൊന്ന് മാറിയാൽ മതി, നമ്മളെ മക്കൾ മാറും. നമ്മൾ എത്രയോളം മാറ്റം കൊണ്ടുവരുന്നു അതൊക്കെ നമ്മളെ മക്കളിലൂടെ നമുക്ക് അനുഭവിക്കാനും കഴിയും. അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റം കൊണ്ടുവന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് ഞാനും നിങ്ങളൊക്കെ പോലെ തന്നെ ആയിരുന്നു. ആ പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഒരു നിമിഷം കൊണ്ട് റബ്ബ് മാറ്റിത്തരും. നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ടവരാകണം. അത് ഉറപ്പായിട്ടും അള്ളാഹുവിന് വഴിപ്പെടുന്നുണ്ടോ അള്ളാഹു കേൾക്കാത്തൊരു വാക്കുകളുമില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ ഒരു ഇതുമായി വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.